ഗാർഹിക ജോലികൾ സ്ത്രീകൾ ചെയ്യുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന് സമൂഹത്തിൽ പറയപ്പെടാറുള്ളത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്ത്രീകൾ ഗാർഹിക ജോലി ചെയ്യുന്നതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ പൊതുസ്ഥലങ്ങളിൽ മാത്രമാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ ഗാർഹിക ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ പാചകം ചെയ്യുക, കുട്ടികളെ നോക്കുക, മുതിർന്ന അച്ഛൻ അമ്മ അവരെയൊക്കെ നോക്കുക, ഇതെല്ലാം ഇവർക്കും ഭാരമാണ്. പുരുഷന്മാർക്ക് അവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടേതാണ് കുട്ടികൾ, അവരുടേതാണ് അച്ഛൻ അമ്മ എല്ലാവരും. അപ്പോൾ അത് സ്ത്രീകൾ മാത്രം ആയി മാറാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പുനർജന്മം അല്ലെങ്കിൽ അവിടുത്തെ ജന്മം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അഥവാ അങ്ങനെയൊന്നുണ്ടെങ്കിൽ സ്ത്രീയായി ജനിക്കാനാണ്? തീർച്ചയായും സ്ത്രീയായി ജനിക്കാൻ തന്നെയാണ് താല്പര്യം. ഇപ്പോഴത്തെ എൻ്റെ ജീവിതമാണ് ആ ജീവിതം തന്നെ എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഈ പ്രായത്തിലും ഡാൻസ് എന്ന ഒരു ആഗ്രഹം വന്നപ്പോൾ എല്ലാവിധ സപ്പോർട്ടും തന്ന് എന്നെ ഈ ഡാൻസിന് ഓങ്കാര ഡാൻസ് സ്കൂളിലേക്ക് വിടുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും എന്നെ പ്രോത്സാഹിക്കുന്ന എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കളുമാർ. അപ്പോൾ അവരുടെ എല്ലാ അമ്മയായും ഭാര്യയായും ജീവിയും പുനർജനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ തികച്ചും അപരിചിതരായ ഒരു വ്യക്തി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുഭവം താങ്കൾക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് പറയുന്നത്? തികച്ചും അപരിചിതമായ വ്യക്തി, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം. അദ്ദേഹമാണ് എന്നെ ഒരുപാട് ഈ നിലയിൽ എത്തിക്കാൻ കഴിയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും എല്ലാം ഒരുപാട് അദ്ദേഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീയാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് പൂർണ്ണമായിട്ടും ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ 2 കൈ അടിച്ചാലേ ശബ്ദം ഉണ്ടാവും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ നമ്മുടെ എതിർഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിട്ട് തോന്നുന്ന ഒരാൾ എന്തെങ്കിലും അറിവില്ലായ്മയോ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യമോ പറഞ്ഞാൽ നമ്മളുടെ ആ അറിവ് കൊണ്ട് അതിനെ തിരുത്തുകയോ അല്ലെങ്കിൽ ക്ഷമിക്കുകയോ ചെയ്താൽ അവിടെ ഒരു ശത്രുത ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയ വിഷമോ വളമോ? രണ്ടും ആണെന്ന് പറയാം. നല്ല അർത്ഥത്തിൽ എടുക്കുമ്പോൾ നല്ലതാണ്, ചീത്ത അർത്ഥത്തിൽ എടുക്കുമ്പോൾ ചീത്തയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മോളാണുള്ളത്. അവൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അവൾക്ക് പഠനമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി അവരെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്യേണ്ടതാണ്. താങ്ക് യു. നമസ്കാരം. ഇന്നീ മത്സരത്തിൽ എന്തുകൊണ്ട് താങ്കളെ മലയാളി മന്ത്രിയായി തിരഞ്ഞെടുക്കണം? വളരെ വളരെ സന്തോഷമുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദിച്ചതിന് മേഡത്തിനോട് നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിജയിക്കാനാണ്. കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റ് ആണ്. എനിക്ക് ഞാൻ എൻ്റെ സാഹചര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ ഞാനൊരു വേദിയിൽ വരുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ വിജയം പ്രഖ്യാപിക്കാം എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ കോസ്റ്റ്യൂം, അതുപോലെയുള്ള പല പല സാഹചര്യങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയേക്കാം. എന്നാലും ഞാൻ സന്തോഷവതിയാണ്. കാരണം ഈ ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിജയം എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ തന്നെ ഞാനൊരു വിജയിയാണ്, ഓൾറെഡി ഞാൻ വിജയിയാണ്. അപ്പോൾ ഇനി ഒരു വിജയി ആവണമെങ്കിൽ അതെന്റെ ഒരു ലക്ക് ഫാക്ടറായിട്ട് കണക്കാക്കുന്നു. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിജയി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ജീവിതത്തിൽ വിജയിച്ചു എന്ന് താങ്കൾക്ക് തോന്നിയ ഒരു നിമിഷം?
സമൂഹത്തിലൊരു പ്രശ്നം ഇപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നം പരിഹരിക്കുന്നതാണ്. സ്പെസിഫിക് ആയിട്ടൊരു പ്രശ്നം. ഇപ്പം തന്നെ ഈ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെതിരെ പോരാടി മുന്നോട്ട് വരും. താങ്ക് യു. നമസ്കാരം. എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത്? വളരെ നല്ല ചോദ്യമാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യം ആ വ്യക്തിയുടെ മുഖത്തോ ശരീരത്തിലോ അല്ല, മനസ്സിലാണ്, സ്വഭാവത്തിലാണ്, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലാണ്. ഞാൻ സൗന്ദര്യം കാണുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. വ്യക്തിത്വവും വസ്ത്രധാരണവും തമ്മിൽ ബന്ധമുണ്ടോ? എന്തുകൊണ്ട്? വളരെ നല്ല ചോദ്യം. ഈ ചോദ്യത്തിന് ചോദ്യകർത്താവിനുണ്ട്. തീർച്ചയായിട്ടും വ്യക്തിത്വവും വസ്ത്രധാരണവും തമ്മിൽ നല്ല ബന്ധമാണ്. വസ്ത്രധാരണം എന്നതുകൊണ്ട് പുതിയ തലമുറയിൽ കുറേ ഫാഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മിതമായ രീതിയിൽ വൃത്തിയുള്ള ഭക്ഷണം ധരിക്കണം. വൃത്തിയാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അത് പെരുമാറ്റത്തിലും അറിയാൻ പറ്റും. വസ്ത്രധാരണം ആഡംബരമാക്കാൻ പാടില്ല. നമുക്ക് നാണം അടങ്ങാനുള്ളവയാണ് വസ്ത്രധാരണം. അതുപോലെ തന്നെ തണുപ്പിൽ നിന്നും മറ്റു കാലാവസ്ഥകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വസ്ത്രം നമ്മളെ സഹായിക്കുന്നു. അത് മനസ്സിലാക്കി നമ്മൾ ശരിയായ രീതിയിൽ വസ്ത്രധാരണം ചെയ്താൽ ഏതൊരു സമൂഹവും നമ്മളെ ബഹുമാനിക്കും. നന്ദി. നമസ്കാരം. സമൂഹത്തിൽ ലിംഗസമത്വം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ലിംഗ തടസ്സം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യരുടെയും സ്വഭാവം അനുസരിച്ച്